പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അപ്പോൾ പ്രിൻസി വർഗീസിൻ്റെ വിഷയം പറയാം. അപ്പോൾ പ്രിൻസി വർഗീസിൻ്റെ സെറ്റപ്പ് മനസ്സിലായില്ലേ? അതങ്ങനെ വളരെ ഒരു 0 മിനിറ്റിൽ നിൽക്കുന്ന ആളാണ്. 0 മിനിറ്റിൽ നിൽക്കുന്ന ആളാണ്. പക്ഷെ ഇവർ വർഷങ്ങളായിട്ട് ഒരു 10-19 വർഷമായിട്ട് ഇവർ ഇസ്രയേലിലാണ്. ആ സാക്ഷ്യം പഠിക്കേണ്ട സാക്ഷ്യമാണ്. നിങ്ങൾ കേട്ട് കാണുമായിരിക്കും അല്ലേ? കണ്ടു കാണും അല്ലേ? അതായത് കണ്ടില്ലെങ്കിൽ ഇന്ന് കാണണേ. അതായത് ഇവർ ഈ 19 വർഷമായിട്ട് ഇസ്രയേലിലാണ്. അപ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ആദ്യത്തെ കുഞ്ഞിനെ പ്രസവിച്ച് കഴിഞ്ഞപ്പോൾ പോയതാണ്. പിന്നെ അതിനുള്ളിൽ അവർ ഒരു 2-3 കൊല്ലം കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞിനെ കൂടി പ്രസവിച്ചു. അതിന് 3.5 വയസ്സ്, രണ്ടാമത്തെ കുഞ്ഞിന് 3.5 വയസ്സായപ്പോൾ ഇസ്രയേലിൻ്റെ നിയമം എന്താ? നമുക്ക് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ താമസിക്കുന്ന പോലെ ഗൾഫ് രാജ്യത്തും ഇസ്രയേലിലും ഒന്നും ജീവിക്കാൻ പൗരത്വം കിട്ടത്തില്ല. എനിക്കത് വെക്കാൻ പറ്റുകയില്ല. അപ്പോൾ അവർ പറഞ്ഞ് 3.5 വയസ്സ്, കൊച്ചിന് 3.5 വയസ്സായപ്പോൾ ഞാൻ കൊച്ചിനെ കൊണ്ടായിക്കൊള്ളാൻ പറഞ്ഞു, വീട്ടിൽ ഇന്ത്യയെ കൊണ്ടാക്കാൻ പറഞ്ഞു. കാര്യം അവിടെ യഹൂദന് മാത്രമേ പൗരത്വമുള്ളൂ. അപ്പോൾ ഇവർക്ക് സങ്കടമായി ഭയങ്കര. കാര്യം ആദ്യത്തെ കുഞ്ഞിൻ്റെ കൂടെ നിന്നില്ല, അതിന് രണ്ടാമത്തെ കുഞ്ഞിൻ്റെ കൂടെ ഇപ്പം നിൽക്കുന്നില്ല. അതായത് 3.5 വയസ്സ് വരെ കുഞ്ഞ് നമ്മുടെ കൂടെ നിന്നിട്ട് കുഞ്ഞിനെ കൊണ്ട് വീട്ടിലാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ എന്ത് സങ്കടമായിരിക്കും. അപ്പം അമ്മയ്ക്ക് ഭയങ്കര വിഷമമായി. പക്ഷെ നടക്കത്തില്ല. അപ്പം അങ്ങനെ ഇവർക്കാണെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെടാനും പറ്റത്തില്ല. കാര്യം ഇവർ GNM ആണ്. പഴയ മലയാള സ്കൂളിൽ പഠിച്ച ആളാണ്. ജനറൽ നേഴ്സിംഗ് ഉള്ള, BSc നേഴ്സിംഗ് ഇല്ല. അപ്പം അതുകൊണ്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് പോയാൽ, ഇപ്പം ന്യൂസിലൻഡ് പോലൊരു രാജ്യങ്ങളിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ഭർത്താവിന് അതുപോലെ തന്നെ ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കൊക്കെ ആയിട്ട് ജീവിക്കാൻ പറ്റും. ന്യൂസിലൻഡിൽ 2 കൊല്ലം പോയി അവർ താമസിച്ചാൽ ആസ്ട്രേലിയയിലേക്ക് ഈസി ആയിട്ട് വിസ കിട്ടുകയും ചെയ്യും. പക്ഷേ ഇവർ GNM ആണ്. അതുകൊണ്ട് അവിടെ ഒരു ഹോം നേഴ്സിൻ്റെ വർക്കാണ് ചെയ്യണത്. ഈ ഹോം നേഴ്സിൻ്റെ വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും എല്ലായിടത്തും ഒന്ന് പിടിച്ചു കയറാൻ പാടായിരിക്കും. അപ്പോൾ ഇതൊക്കെ ഭയങ്കര ഞാനീ പറഞ്ഞ അതായത് ജീവിതത്തിൻ്റെ ഡീമെറിറ്റുകളെക്കുറിച്ച് പറയുകയാണ്. എന്താ ഉടമ്പടി വർക്ക് ചെയ്യണം എങ്ങനെ? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അത് ഓർത്തേക്കണം. ഇവരുടെയൊക്കെ തടസ്സങ്ങൾ മനസ്സിലായില്ലേ? അവിടെ മെറിറ്റില്ല. എന്താണ് കാര്യം? ഒരു GNM. രണ്ടാമതെന്താ കാര്യം? ഇവിടെ വിസ പ്രോസസ്സ് ചെയ്യത്തില്ല ഒരിക്കലും. കാര്യം എന്താ? 40 വയസ്സുണ്ട്. 39 വയസ്സെന്ന് പറയുമ്പോൾ ഓൾറെഡി 40. ഇവർക്ക് എന്താ കാര്യം? ഒരു പല സ്റ്റുഡൻറ്റ് വിസയ്ക്ക് പോകാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ 35 വയസ്സാണെങ്കിൽ ഓക്കെയാണ്. 35 കഴിഞ്ഞാൽ പിന്നെ സ്റ്റുഡൻറ്റ് വിസയും നടക്കത്തില്ല. അപ്പം ഞാൻ എന്താ പറയണത്? മെറിറ്റുകൾ ഓരോന്നായി പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഞാൻ എപ്പോഴും നിങ്ങൾ പറയാം നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് പറയുമ്പോൾ ചില അണ്ണന്മാർക്ക് മനസ്സിലാകത്തില്ല. മനസ്സിലാക്കാതെ ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഉടമ്പടി അതാണ്, അതിൻ്റെ ഫോർമുല അങ്ങനെയാണ് കിടക്കുന്നത്. അപ്പോൾ ഒരു ദിവസം ഈ പ്രിൻസിയെ ജിൻസി എന്ന് പറയുന്ന ഒരു കൂട്ടുകാരത്തെ വിളിച്ചതും പറഞ്ഞ്, എടോ താനുണ്ടല്ലോ, തനിക്ക് തൻ്റെ കുഞ്ഞിനെയുമായിട്ട് മറ്റ് രാജ്യങ്ങളിൽ പോയി ഭർത്താവുമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പറഞ്ഞു, ജിൻസി ഞാനെന്ത് ചെയ്യാനാണ്? എൻ്റെ അവസ്ഥ ഇതല്ലേ, എനിക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല ഇവിടുന്ന്. കാര്യം എനിക്കിനി അത് അവിടുന്ന് പരീക്ഷ എഴുതാൻ എനിക്ക് ഇംഗ്ലീഷ് പിടികിട്ടണില്ല. അത് പുതിയ കാലത്തെ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ അറിയാമല്ല. ഇപ്പോഴത്തെ ഒരു +2കാർക്ക് തന്നെ ഇംഗ്ലീഷിൽ വെൽ സ്റ്റാൻഡേർഡാണ്. അവർ ഇംഗ്ലീഷ് മീഡിയമാണ് ഫോളോ ചെയ്തെങ്കിൽ വെൽ സ്റ്റാൻഡേർഡാണ് അവർക്ക് കമ്പ്യൂട്ടറും കാര്യങ്ങളെല്ലാം വളരെ ഫടാഫഡാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ അങ്ങനെയുള്ളൊരു കോമ്പറ്റ് ചെയ്യാൻ പറ്റണില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെയും മെറിറ്റില്ല. അവിടെയും ഇവർക്ക് പെൺസിക്ക് മെറിറ്റില്ല. അപ്പം അതെന്തായാലും ഈ കൂട്ടുകാരത്തി ഇങ്ങനെ പറഞ്ഞിട്ട് ജിൻസി എന്ത് ചെയ്യുന്നറിയോ? ജിൻസി കൂട്ടുകാരത്തിയാണ്, ഇവളുടെ പേരെന്നാ പ്രിൻസി. പിന്നെ പെട്ടെന്നൊരു ദിവസം ഈ പ്രിൻസി എടുത്ത് വന്നേച്ച് ജിൻസി ഉടമ്പടി തൈലം കൊണ്ട് നെറ്റിക്കൊരു കുരിശ് വരക്കും. താൻ രക്ഷപ്പെടുള്ളൂ. തന്നെയും ഈ കൊല്ലം തന്നെയും കുഞ്ഞുങ്ങളെയും ഭർത്താവിനെയും കൊണ്ട് കൃപാസനം മാതാവ് വേറെ രാജ്യത്ത് പോകും. നിങ്ങൾ 19 പോകുമെന്ന് പറഞ്ഞ് പ്രവചിക്കുകയാണ്. ആ പ്രവചിക്കണ എന്താണ്? ഈ ഉടമ്പടി
ഇവിടെ തൈലമെടുത്ത് ഇവരുടെ നെറ്റിക്ക് ഇങ്ങനെ പൂശിയിട്ടാണ് ഇവർ പ്രവചിക്കുക. അപ്പോൾ എഴുതി ദൈവം ഒരാളെ നിങ്ങളെപ്പോഴും ഓർക്കേണ്ട കാര്യം ഇതാണ്. നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ വയറ്, നിങ്ങളുടെ കുഞ്ഞ്, നിങ്ങളുടെ ഭർത്താവ്, നിങ്ങളുടെ ജോലി, നിങ്ങളുടെ വീട്, ഇതും പറഞ്ഞുകൊണ്ടിരുന്ന ഈ ജന്മത്തെ ഉടമ്പടി വർക്ക് ചെയ്യത്തില്ല. എനിക്ക് ഏർപ്പെടുന്ന ഈ അച്ഛനെ കാണാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരില്ലേ, എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം. അച്ഛനെ കാണാൻ വരുന്നത് പകുതി, അതായത് നിങ്ങൾ അച്ഛനെ കാണാൻ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഉടമ്പടി എടുത്തവരായിരിക്കണം വരേണ്ടത്. പിന്നെ ഞാൻ കൊടുത്തിരിക്കുന്ന ആർക്കാത്തിന് രോഗികളില്ലേ, രോഗികളെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. രോഗികൾക്ക് ചിലപ്പോൾ ഉടമ്പടി എടുക്കാൻ പറ്റത്തില്ലല്ല. കാര്യം ഗുരുതരമായ രോഗികളെ ഞാൻ എടുക്കത്തുള്ളൂ, ആൾക്കാരെ വരത്തുള്ളൂ. പക്ഷെ അവരോട് നമുക്ക് ഉടമ്പടി എടുക്കാൻ പറയാൻ പറ്റുക. അപ്പം ചിലപ്പോൾ അവരുടെ വൈഫായിരിക്കും ഇവിടെ എഴുതിയിരിക്കുന്നത്. പക്ഷെ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ രോഗി വൈഫാണ് എടുത്തിരിക്കണമെന്നുണ്ടെങ്കിലും ഇവരെ ചിലപ്പോൾ നമ്മൾ വർക്കൗട്ട് ചെയ്ത് വിജയിക്കത്തില്ല. കാര്യം എന്താ, വൈഫെന്ന് പറഞ്ഞാൽ ലോക കള്ളിയായിരിക്കും. അതാണ് പ്രശ്നം. അവർ ഉടമ്പടി ഉഴപ്പിക്കണം. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അതായത് എനിക്കിപ്പോൾ ചില ആൾക്കാരുടെ മെസ്സേജ് പറയത്തില്ലേ, ചില ആൾക്കാർ മെസ്സേജ് പറയും, ചില ആൾക്കാർ ഡേറ്റ് പറയും. അതിൻ്റെ കാര്യത്തിൽ അവർ ഉടമ്പടി പക്ക ഉടമ്പടിക്കാരാണ്. അവർ ഉടമ്പടിയിലാണ് ജീവിക്കുന്നത്. മറ്റുള്ളവരെ നമ്മൾ അച്ഛനെ കാണാനുള്ള ചീട്ടായിട്ടാണ് ഉടമ്പടി ദുർവിനിയോഗിക്കുന്നത്. അവരവിടെ ഇടിച്ചതിൽ ചീട്ട് വാങ്ങിക്കണില്ലേ, അവർ ഉടമ്പടിയായിട്ട് അവർക്ക് ബന്ധമില്ല. ഉടമ്പടി എടുത്തിട്ട് പോലും അവർ ചെയ്തിട്ടില്ല. കാരണം ചില ആൾക്കാർ വരണം എന്ന് പറയണത്, ഇപ്പോൾ ഇന്നലെ ഞാൻ നോക്കുമ്പോൾ ഉടമ്പടി ചീട്ട് കിട്ടിയപ്പോൾ എനിക്ക് സംശയം തോന്നി. മാതാവിൻ്റെ അടുത്ത് വെച്ചപ്പോൾ എനിക്ക് സംശയം തോന്നി. ഞാൻ നേരെ ചെന്നിട്ട് അവരുടെ ഉടമ്പടിയുടെ ചീട്ട് പരിശോധിച്ചു. ഉടനെ അവരുടെ പേപ്പർ പരിശോധിച്ചപ്പോൾ 2023 ഉടമ്പടിയാണ്. അന്ന് മുങ്ങിയിട്ട് ഇന്ന് പൊങ്ങുകയാണ് ആൾ. ഇത് പുതുക്കിയിട്ടില്ല, ഇന്ന് പുതുക്കിയിരിക്കുകയാണ്. എന്തിനാണ്? അച്ഛനെ കാണാൻ വേണ്ടി. ആർക്ക്? അനിയത്തിൻ്റെ കൊച്ചിന് എന്തോ കുഴപ്പമുണ്ടായി, വണ്ടി ഇടിക്കാനൊക്കെ ചെയ്തപ്പോൾ ഈ വീട്ടിലിരിക്കുന്ന ഉടമ്പടിയും പൊക്കിക്കൊണ്ട് വന്നിരിക്കുകയാണ്. അത് അപ്പം പുതുക്കിയിരിക്കുകയാണ്. ഇതൊന്നും ഉടമ്പടി വർക്ക് ചെയ്യാനല്ല, ദൈവത്തിനെ പറ്റിച്ച് അനുഗ്രഹം അടിച്ചു മാറ്റാൻ വേണ്ടി നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ അളക്കുന്ന കർത്താവ് എന്താ പറഞ്ഞത്? അതാണ് പ്രശ്നം. അതും പ്രശ്നം. അച്ഛൻ അങ്ങനെ പറഞ്ഞു, അച്ഛൻ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈശോ പറഞ്ഞ കാര്യമാണ് ഞാൻ പറയേണ്ടത്. നിങ്ങൾ അളക്കുന്ന അളവുകോല് കൊണ്ട് തന്നെ നിങ്ങൾക്കും സിമ്പിളല്ലേ അത്. ബൈബിളിൻ്റെ ഇക്കോണമി അതാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ എപ്പോഴും ഉടമ്പടി ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവ് ദൈവമേ, ആത്മാർത്ഥതയോടെ ഉടമ്പടി ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ. എനിക്ക് പ്രത്യേക അഭിഷേകം നൽകണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ഈ പ്രിൻസിയുടെ നെറ്റിക്ക് കൊണ്ടുവന്ന് ജിൻസി ഉടമ്പടി തൈലത്തിൻ്റെ കുരിശ് വരക്കും. കുരിശ് വരച്ച് പറഞ്ഞ്, എടോ താനും മക്കളും ഭർത്താവുമായിട്ട് ഈ കൊല്ലം തന്നെ വേറെ രാജ്യത്തേക്ക് പോകാൻ മാതാവ് ഇടയാക്കുമെന്ന് പറയും. അപ്പോൾ ഈ പ്രിൻസി പറയും, എൻ്റെ ജിൻസി എനിക്കിതിലൊന്നും വലിയ വിശ്വാസമില്ല. എന്താ കാര്യം? അവർ അത് ശരിയാണ്, അവിടെ ജീവിതം അങ്ങനെയാണല്ല. ദൈവത്തിന് ഈ അടുത്ത 10 കൊല്ലത്തേക്ക് തിരിഞ്ഞു നോക്കാൻ പറ്റാത്ത ജീവിതമാണ് ജീവിച്ചു കൂട്ടിരിക്കുന്നത്. ജീവിതത്തിൻ്റെ അവസ്ഥയാണ് അത്. അവർ പറഞ്ഞത് ശരിയാണ്. എൻ്റെ ജിൻസി എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റണില്ല. കാര്യം വിശ്വസിക്കാൻ പറ്റത്തില്ല. അവർ വൃത്തികെട്ട ജീവിതം ജീവിച്ച് വിശ്വാസം അവിടെ പോയി. അതാ നമ്മുടെ ജീവിതം. വിശുദ്ധിയും വിശ്വാസവും ജീവിതവും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്, ഭയങ്കര ബന്ധമുണ്ട്. അപ്പം നിങ്ങൾ വിശ്വാസം മതി, വിശുദ്ധി വേണ്ടെന്നല്ല പറയണത്. വിശ്വാസം എന്തിലാണ് വിശ്വസിക്കണത്? നമ്മൾ കർത്താവിൻ്റെ വചനത്തിലാണ് വിശ്വസിക്കുന്നത്. ആ വചനത്തിനുള്ള പ്രശ്നം എന്താണ്? ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള വചനം നിമിത്തം നിങ്ങൾ വിശുദ്ധിയുള്ളവരായിരിക്കുന്ന ആ വചനത്തിലാണ് നമ്മൾ വിശ്വസിക്കണത്. വിശ്വാസം എവിടുന്നാണ് വേണ്ടത്? കേൾവി എന്നല്ലേ. കേൾവി എന്ന് എവിടുന്നാണ് വേണ്ടത്? യേശുക്രിസ്തുവിൻ്റെ
നമ്മുടെ 10:17 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. റോമ 10:17. വിശ്വാസം കേൾവിയിൽ വേണ്ട. വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? കേൾവി നിന്ന്. കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. അതൊക്കെ കൃത്യമല്ല. വിശ്വാസം എവിടെ നിന്ന് വരുന്നു? വിശ്വാസം റോമ 10:17. വിശ്വാസം എവിടെ നിന്ന് വരുന്നു? വിശ്വാസം കേൾവി നിന്ന്. കേൾവി എന്തിനെക്കുറിച്ചാണ്? ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്ന്. അതാണ് ഈ കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ. ക്രിസ്തുവിനെ കുറിച്ചുള്ള വചനങ്ങളിൽ നിന്നാണ്. അപ്പോൾ വിശ്വാസം തന്നെ എവിടെ നിന്നാണ്? വചനത്തിൽ നിന്നാണ് വരണത്. പറഞ്ഞ മനസ്സിലായില്ലേ? വിശ്വാസം എവിടെ നിന്ന് നമുക്ക് വരണത്? വചനത്തിൽ നിന്നാണ് വരണത്. വചനത്തിൻ്റെ പ്രശ്നം എന്താണ്? വചനത്തിന് 2-3 ഗുണങ്ങളാണുള്ളത്. ഒന്നെന്താണ്? വചനം രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ്. റോമ 1:16 എടുത്ത് സുവിശേഷത്തെ പറ്റി പറഞ്ഞ സുവിശേഷത്തെ പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല. എന്തെന്നാൽ വിശ്വസിക്കുന്ന ഏവർക്കും ആദ്യം യഹൂദർക്കും പിന്നീട് ഗ്രീക്കുകാർക്കും അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ്. അപ്പൊ സുവിശേഷം എന്ന് പറയണത്, വചനം എന്ന് പറയണത് എന്താണ്? അത് രക്ഷയിലേക്ക് നയിക്കുന്ന. രക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിസ്തുവാണ്. ലൂക്ക 2:30 എടുത്ത്. ലൂക്ക 2:30-31. എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടി അവിടുന്ന് ഒരുക്കിയിരിക്കുന്ന രക്ഷ എന്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. ഇതൊക്കെ ബേസിക് വചനങ്ങളാണ്. എന്താണ്? ക്രിസ്തുവിനെ കയ്യിലെടുത്തപ്പോൾ ശമയോൻ പറഞ്ഞതാണ്. എന്താണ്? സകല ജനങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുകയാണ്. അല്ല ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമല്ല. മനസ്സിലായില്ലേ? യഹൂദന് വേണ്ടിയും അക്രൈസ്തർക്ക് വേണ്ടിയും ഹിന്ദുക്കൾക്ക് വേണ്ടിയും മുസ്ലിംസിന് വേണ്ടിയും പാർസികൾക്ക് വേണ്ടിയും. എന്തെന്നാൽ സകല ജനങ്ങൾക്കും വേണ്ടി. പറഞ്ഞേ. എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ അതാരാണ്? ക്രിസ്തുവാ. അതാണ് ക്രിസ്തുവാ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസന പ്രസാദ മാതാവേ, അമ്മയ്ക്ക് 1000 നന്ദി പറയുന്നു. ഈ വിശുദ്ധ സ്ഥലത്ത് നിന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചതിന് ഒത്തിരി നന്ദി പറയുന്നു. എൻ്റെ പേര് ആൻഡ്രു. ഞാൻ വരുന്നത് കറുകുറ്റി ബെസ്ലേഹം സെൻറ്റ് ജോസഫ് ഇടവകയിൽ നിന്നാണ്. ഞാൻ ഈ ഉടമ്പടി എടുക്കാനുള്ള കാരണം, ഞാനല്ല ആക്ച്വലി ഉടമ്പടി എടുത്തിരിക്കുന്നത് വൈഫാണ്. ഇതെൻ്റെ വൈഫ് നിമ്മി, മകൻ ആൽഫ്രഡ്. ഞങ്ങളിത് ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യം എന്ന് പറയുന്നത്, എൻ്റെ ഒരു ജോലി സാധ്യത, ഗൾഫിലാണ് ജോലി ചെയ്തത്. അവിടെ നിന്ന് പോന്നിട്ട് 2020 അവസാനം പോന്ന് വേറൊരു ജോലിയുമായിട്ട് റെഡിയാക്കിയിട്ടാണ് പോകുന്നത്. അടുത്തൊരു 3 മാസത്തിനുള്ളിൽ ജോലി ലഭിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഉറപ്പ് നൽകി എഗ്രിമെൻ്റ് എഴുതി പോകുന്നതാണ്. 1 വർഷം കഴിഞ്ഞു, 1.5 വർഷം കഴിഞ്ഞു, ഒന്നും നടക്കുന്നില്ല. 1.5 വർഷം കഴിഞ്ഞപ്പോൾ വിസ വന്നു. അടുത്ത കമ്പനിയിലേക്ക് വിസ വന്നിട്ട് ആ വിസ അടിക്കാൻ വേണ്ടി ബോംബെ എംബസിയിൽ കൊടുത്തിട്ട് 2 പ്രാവശ്യം റിജക്റ്റ് ആവാണ്. ഇതിനി നടക്കില്ല എന്നുള്ള സാഹചര്യത്തിലേക്ക് എത്തുകയാണ്. ആ സമയത്താണ് ഞങ്ങൾ ഓൺലൈനിൽ ഇത് അച്ഛൻ്റെ ടോക്ക് കാണുന്നത്, കൃപാസനത്തിനെക്കുറിച്ച് അറിയുന്നതും. ഞാൻ എന്നിട്ട് എൻ്റെ വൈഫിനോട് പറഞ്ഞു, നമുക്ക് ഓൺലൈനിലൊന്ന് ഉടമ്പടി എടുക്കാം എന്ന് പറഞ്ഞ് അപ്പോൾ തന്നെ ഓൺലൈനിൽ ഉടമ്പടി എടുക്കുകയാണ്. ഓൺലൈനിൽ ഉടമ്പടി എടുത്ത് പിറ്റേ ദിവസം ഞങ്ങൾക്ക് തോന്നാണ് അന്ന് ഇവിടം വരെ ഒന്ന് വരാമെന്ന് കരുതി ഇവിടെ വന്നു, ഉടമ്പടി എടുത്തു. അപ്പം ഞാൻ പുറത്ത് ജോലി ചെയ്യുന്ന എൻ്റെ പേരിൽ വൈഫ് പറഞ്ഞു, ഞാൻ ഉടമ്പടി എടുത്തോളാം, ഇനി അവിടെ പോയിട്ടുള്ള സാഹചര്യത്തിൽ ഉടമ്പടി പാലിക്കാൻ പറ്റിയില്ലെങ്കിലൊന്ന് വിചാരിച്ച് വൈഫ് എടുത്ത് ഞങ്ങൾ വീട്ടിൽ പോയി. ഉടമ്പടി എടുത്ത് വീട്ടിൽ പോയി 2 ദിവസത്തിനുള്ളിൽ എൻ്റെ വിസ അടിച്ചു എന്നും പറഞ്ഞ് ബോംബെയിൽ നിന്ന് എനിക്ക് മെസ്സേജ് വരാണ്. പറഞ്ഞ് വിശ്വസിക്കില്ല. അപ്പോൾ എൻ്റെ മകൻ പറയാണ്, ഇത് ഇൻ്റർനെറ്റിനേലും സ്പീഡായി പോലും അടിയെന്ന്. അത്രയ്ക്ക് അത്ഭുതമാണ് നടന്നത്. ഇതിനി നടക്കില്ല എന്ന് പറഞ്ഞ സംഭവമായിരുന്നു. അത് ഞങ്ങളുടെ ജീവിതത്തിലെ ഭയങ്കര കച്ചിത്തുരുമ്പായിരുന്നു ജോലി എന്ന് പറയുന്നത്. അതങ്ങനെ നടന്നു. ഞാൻ പോയി അവിടെ ചെന്ന് പിന്നെ ഓരോ സ്റ്റെപ്പും എനിക്ക് കിട്ടിയ അത്ഭുതങ്ങളെന്ന് പറയുന്നത് വളരെ, ഓരോ ദിവസവും എനിക്ക് വളരെ കൃപകളാണ് എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ജോലി കാര്യത്തിലായാലും ജോലി സ്ഥലത്ത് വെച്ച് എനിക്കൊരു വാഹനം വേണമായിരുന്നു. കാരണം പുറത്ത് താമസിക്കാനുള്ള എഗ്രിമെൻ്റാണ് ഉണ്ടായത്. അതിന് 3 മാസത്തിൽ ശമ്പളം ക്രെഡിറ്റ് ആവാതെ ഒരു വാഹനം വാങ്ങിക്കാൻ അവിടെ സൗദി അറേബ്യയിൽ പറ്റത്തില്ല. എനിക്ക്
18 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ബാങ്കിൽ നിന്ന് എനിക്ക് ലോൺ അപ്രൂവൽ ആണ്. 1 മാസത്തെ സാലറി പോലും ക്രെഡിറ്റ് ആവാതെ എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി. അങ്ങനെ എനിക്ക് വാഹനം കിട്ടി, നല്ലൊരു വീട് അവിടെ സെറ്റ് ചെയ്യാൻ പറ്റി. അന്ന് തുടങ്ങി ഓരോ പ്രവർത്തനം ഞാൻ ഒരു ദിവസം പോലും പ്രഭാത പ്രാർത്ഥനയും മധ്യസ്ഥ പ്രാർത്ഥന 2 നേരം മുടങ്ങുന്നില്ല, ഇതുവരെ മുടങ്ങിയിട്ടില്ല. എന്ത് ജോലി ഉണ്ടായാലും എന്ത് തിരക്കുണ്ടായാലും ഞാൻ മുടങ്ങാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ അവിടുത്തെ ഓരോ പ്രവർത്തനങ്ങളിലും എന്നെ നയിച്ചുകൊണ്ടിരിക്കുന്ന മാതാവ് മാത്രമാണ് ഇതുവരെ എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത്, എൻ്റെ ഒരു അക്രൈസ്തവായിട്ടുള്ളൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവൻ്റെ വൈഫിന് ക്യാൻസറാണെന്നും പറഞ്ഞ് തെളിഞ്ഞു. അവിടെ 2-3 ഹോസ്പിറ്റലിൽ സ്ഥിരീകരിച്ചു ക്യാൻസറാണ്, റേഡിയേഷൻ സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് അവർ റേഡിയേഷന് വേണ്ടി ആരംഭിച്ചിരിക്കുന്ന സമയത്താണ് അവൻ എന്നോട് പറയുന്നത്, അതിൻ്റെ ഒരു കൊന്ത ഉണ്ടെങ്കിൽ കിട്ടോ എന്ന് ചോദിക്കുകയാണ്. ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി, അവനെന്താ കൊന്ത ചോദിക്കണമെന്ന് വിചാരിച്ച്. ഞാൻ പെട്ടെന്ന് കൊന്തയും കൃപാസനത്തിലെ തൈലവും ഉപ്പും കൊണ്ടുവന്ന് അവന് കൊടുത്തിട്ട് പറഞ്ഞു, എവിടെയാണോ ക്യാൻസർ എന്ന് പറഞ്ഞ സ്ഥലം അവിടെ കുരിശ് വരച്ച് നീ പ്രാർത്ഥിച്ചു, നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ നീ പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അന്ന് തുടങ്ങി അവൻ മുടങ്ങാതെ പ്രാർത്ഥിച്ചു. അവൻ്റെ വൈഫിൻ്റെ റേഡിയേഷൻ കഴിഞ്ഞു, സർജറി നടത്തിയിട്ട് എന്തോ സിസ്റ്റ് പോലെ ആയിരുന്നു, അത് എടുത്ത് പരിശോധിക്കണമെന്ന് പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞ് സർജറി നടത്തി അത് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ക്യാൻസർ എന്ന് പറഞ്ഞ സംഭവം അവിടെ ഇല്ല. അത്ഭുതപ്പെട്ടു പോയി. അവനിപ്പോൾ ഭയങ്കര വിശ്വാസത്തിലാണ്. അവൻ്റെ ഒരു വീടിൻ്റെ ഒരു റൂം തന്നെ കൃപാസന മാതാവിൻ്റെ ഫോട്ടോ വെച്ച് ഭയങ്കരമായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് അവൻ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോഴും അവനൊരു ഫോട്ടോ വേണമെന്ന് പറഞ്ഞ് ഞാൻ ഇപ്പോൾ മേടിച്ചിട്ടുണ്ട് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ ഓരോ സംഭവങ്ങളും. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഈ പ്രതിസന്ധി വന്നപ്പോൾ ഞങ്ങൾക്ക് ഉണ്ടായ വീട് വിൽക്കേണ്ടതായിട്ട് വന്നു. കാരണം അതിന് ലോൺ ഉണ്ടായിരുന്നു, അത് അടയ്ക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ അത് വിൽക്കേണ്ടതായിട്ട് വന്നു. അത് വിറ്റതിന് ശേഷം ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്ന സമയത്ത് ഞങ്ങളൊരു വീടിന് വേണ്ടിയിട്ട് ഇങ്ങനെ ആഗ്രഹിച്ചു, മാധ്യസ്ഥം വെച്ച് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾക്ക് ഒരു വീടിന് പകരം 3 വീടാണ്, 3 ആധാരമാണ് നടക്കാൻ പറ്റിയത്. 2 ആധാരം നടന്ന് വേറൊരു പ്ലോട്ടിന് നടന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് വീട് ലഭിച്ചു. അങ്ങനെ 3 ആധാരം ലഭിച്ചു. അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ ഈ നിമിഷം വരെ ഞങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മാതാവിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ്. മുടങ്ങാതെയുള്ള പ്രവർത്തനം അവിടെ. അതുപോലെ തന്നെ അവിടെ ഒരു വീട്ടിൽ ഞങ്ങൾ അവിടെ ചെല്ലുന്ന സമയത്ത് കൃപാസന മാതാവിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അവിടുത്തെ സ്ത്രീ ഞങ്ങളെ വളരെ മോശമായ രീതിയിൽ പ്രതികരിച്ച ഒരു വ്യക്തിയാണ്. അന്ന് വൈഫ് എൻ്റെ കൂടെ അവിടെ ഉണ്ട്. അപ്പോൾ വൈഫിനാകെ വിഷമായി പോയി. വൈഫ് തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, വിഷമിക്കേണ്ട, അവരുടെ വീട്ടിലായിരിക്കും കൃപാസന മാതാവിൻ്റെ ഏറ്റവും വലിയ ഫോട്ടോ വെക്കണമെന്ന് ഞാൻ പറഞ്ഞു. ഇന്ന് ഇവിടെ കിട്ടുന്ന ഏറ്റവും വലിയ ഫോട്ടോയാണ് അവരുടെ വീട്ടിലിരിക്കുന്നത്. അതുപോലെ ഒത്തിരി വീടുകൾ അവിടെ ഞങ്ങൾക്ക് ഒരു കൂട്ടായ്മയൊക്കെ ഉണ്ട്. കൂട്ടായ്മയിലെ ഒട്ടുമിക്ക വീടുകളും കൃപാസന മാതാവിൻ്റെ ഫോട്ടോ വെച്ചിട്ട് അവർ വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയാണ്. അത്രയ്ക്ക് അത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിലെന്ന് പറയുന്നത് ഓരോ ദിവസവും നടന്നിരിക്കുന്നത് മാതാവിൻ്റെ ഒത്തിരി അനുഗ്രഹമാണ്. ഇത്രയും ഒത്തിരി അനുഗ്രഹം തന്ന മാതാവിനും ഈശോയ്ക്കും ഒത്തിരി നന്ദിയുണ്ട്. എൻ്റെ വൈഫിന് കൊടുക്കാം. എൻ്റെ പേര് നിമ്മി ആൻഡു. ഇപ്പം ഇവിടെ ഹസ്ബൻഡ് പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ ആദ്യമൊക്കെ വന്നത് ഭൗതികമായ ആവശ്യത്തിന് വേണ്ടി തന്നെയായിരുന്നു. കാരണം നമ്മുടെ ബൈബിളിൽ തന്നെ പുതിയ നിയമത്തിൽ ഈശോ കാണിക്കുന്ന എല്ലാം ഭൗതികമായ അത്ഭുതങ്ങളാണ്. ആ അത്ഭുതങ്ങളുടെ ഒരു ഇത് തന്നെയാണ് നമ്മൾ മനുഷ്യർ. അപ്പം നമുക്ക് ആവശ്യം ഭൗതികമായ കാര്യങ്ങൾ, ജോലി, വാഹനം, വീട്, സന്തോഷകരമായൊരു കുടുംബജീവിതം, സമാധാനം, ഇതെല്ലാമാണ്. അതുപോലെ തന്നെയാണ് ഞാനിവിടെ കടന്നു വന്നത്. പക്ഷേ നമുക്ക് കിട്ടുന്ന ഓരോ അനുഗ്രഹമല്ല, സംരക്ഷണം. ആ സംരക്ഷണം എന്ന് പറയുന്നത് ഈ ഉടമ്പടിയിലൂടെ മാത്രം ലഭിച്ചതാണ്. ഞാൻ ആദ്യമേ ഒരു വിശുദ്ധരുടെ നൊവേനയ്ക്കൊന്നും പോവാറില്ല. ഞാൻ പള്ളിയിൽ പോകും, പരിശുദ്ധ അമ്മയായിട്ട് ഭയങ്കര കൂട്ടാണ്, വേളാങ്കണ്ണി അമ്മയായിട്ട് ഭയങ്കര കൂട്ടാണ്. പക്ഷെ കൃപാസനം എന്തുകൊണ്ട് എന്ന് എന്നോട് എല്ലാവരും ചോദിക്കും, എന്തിനാ കൃപാസനത്തിൽ പോണേ, ഇവിടെയൊക്കെ പ്രാർത്ഥിച്ചാൽ പോരെ. പക്ഷേ നമ്മൾ എന്തുകൊണ്ടാണ് വേളാങ്കണ്ണിയിൽ പോണേ, പരിശുദ്ധ അമ്മ അവിടെ പ്രത്യക്ഷപ്പെട്ടു എന്ന് ആരൊക്കെയോ പറഞ്ഞ് നമ്മൾ കേട്ടത് കൊണ്ടാണ് സത്യം. പക്ഷേ നമ്മൾ ആ കണ്ട വ്യക്തിനൊന്നും നമ്മൾ അറിയില്ല. പക്ഷെ എന്തുകൊണ്ട് കേരളത്തിൽ ഈ കൊച്ചു ഗ്രാമത്തിൽ ജോസഫ് അച്ഛൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മേനെ നമുക്ക് എത്രമാത്രം സ്നേഹിക്കാൻ പറ്റുമോ, എത്രമാത്രം സ്വീകരിക്കാൻ പറ്റുമോ, നമുക്കതിന് സാധിക്കില്ലേ?
അപ്പം ഞാൻ പറഞ്ഞു പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് നമ്മുടെ ഈ നാട്ടിൽ വരാൻ പറ്റിയില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ എത്താൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നമ്മളെവിടെ പോകും? എത്രയോ ഔട്ട്സൈഡുകളിൽ, എത്രയോ ഇന്ത്യക്ക് പുറത്ത് രാജ്യങ്ങളിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾക്കും ഉടമ്പടിയിൽ വരാൻ സാധിച്ചു, അമ്മയുടെ സംരക്ഷണയിൽ വരാൻ സാധിച്ചു. എൻ്റെ ജീവിത പങ്കാളിയുടെ ആദ്യത്തെ ഭൗതികമായ ആവശ്യങ്ങൾ, അതുപോലെ എൻ്റെ രോഗാവസ്ഥയായിരുന്നു അടുത്തത് ഞങ്ങളുടെ ഒരു ഇത്. എനിക്ക് 8ാം ക്ലാസ് മുതൽ എപ്പിലെപ്സി ഫിക്സ് വരുന്ന രോഗം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും പ്രശ്നമാണ് ഈ ഒരു രോഗാവസ്ഥ കാരണം. ഒരു യാത്ര പോലും പോയാൽ നമ്മളൊരു ഗുളിക മുടങ്ങാനോ അത് എടുക്കാതിരിക്കാൻ മറക്കാനോ പാടില്ല. ആ യാത്രാ സ്ഥലത്തു നിന്ന് തിരിച്ചു വരേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ അവസ്ഥയിൽ അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം മാതാവിനോട് പറഞ്ഞു തുടങ്ങി, എനിക്ക് ഈ ഗുളിക മടുത്തു, ഞാൻ ഈ ഗുളിക നിർത്താണ്. അപ്പോൾ എനിക്കൊരു പ്രേരണ വന്നു തുടങ്ങി, ഇത് നിർത്ത്. അപ്പോൾ ഹസ്ബൻഡും പറയും, ഞാനും മുട്ടുമ്പോൾ നിൽക്കാണ്, എൻ്റെ കാലിൽ തൈമ്പ് കണ്ട മാതാവിന് അറിയാൻ പറ്റും എന്ന്, അത്രയും പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം ഞാനും പ്രാർത്ഥിക്കുകയല്ല, ഞാൻ മാതാവിനോട് പറഞ്ഞു തുടങ്ങി എനിക്ക് ഗുളിക നിർത്തണമെന്ന്. എന്നോടും ആരോ പറയുന്നു ഗുളിക നിർത്തിക്കോ. ഞാനങ്ങനെ ഗുളിക കുറച്ച് നിർത്തി. ഡോക്ടറെ പോയി കണ്ടു. അപ്പോൾ ഡോക്ടർ EG എടുത്തിട്ട് പറഞ്ഞു, ഇതിൽ തനിക്ക് എപ്പിലെപ്സി ഉണ്ടെന്ന് ആരാ പറഞ്ഞതെന്നാണ് ചോദിച്ചത് ആദ്യത്തെ ചോദ്യം. ഞാൻ പറഞ്ഞു എനിക്ക് ഉണ്ടായിരുന്നു, 8ാം ക്ലാസ് തുടങ്ങി ഞാൻ ഇതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നതാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ടാബ്ലറ്റ് കുറേശ്ശെ നിർത്തി. ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന് ആഗ്രഹിച്ചൊക്കെ ഇരുന്ന സമയത്താണ് വീണ്ടും എനിക്ക് ഒരു പാനിക് അറ്റാക്ക് പോലെ വന്നു. അഡ്മിറ്റായി, 5-6 ദിവസം അഡ്മിറ്റായി. അവിടെ എന്തൊക്കെ ചെക്കപ്പ് നടത്തിയിട്ടും ഒന്നുമില്ല. അവസാനം അവർ വെറുതെ വിധി എഴുതി, എനിക്ക് എപ്പിലെപ്സിയുടെ പ്രശ്നം തന്നെയാണ്, ഇനി ആ മരുന്ന് കഴിക്കണം. പക്ഷെ ഞാൻ ഒരിക്കലും അത് സമ്മതിച്ചില്ല. അവർ ടാബ്ലറ്റ് തന്നു. പക്ഷെ ഞാൻ എൻ്റെ പാരൻസും ഹസ്ബൻഡും ഒക്കെ പറഞ്ഞു നീ മരുന്ന് കഴിക്കും. പക്ഷെ ഞാൻ പറഞ്ഞു ഇല്ല, മാതാവായിട്ട് ഞാനൊരു യുദ്ധത്തിൽ തന്നെയാണ്. കാരണം എല്ലാവരോടും സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ ഇടവക, അതുപോലെ എനിക്ക് സ്വന്തമായിട്ടൊരു സ്ഥാപനമുണ്ട്, അവിടെ എല്ലാം ഞാൻ പറഞ്ഞിരിക്കുന്നതാണ്. പരിശുദ്ധ അമ്മ എനിക്കിത് മാറ്റി തന്നു, ഞാനിത് ഇപ്പം ഗുളിക കഴിക്കുന്നില്ല, ഞാൻ ഫ്രീ ബേർഡായിട്ട് നടക്കുകയാണ്. ഞാൻ വീണ്ടും ഗുളിക എടുത്തു എന്ന് പറഞ്ഞാൽ അത് പരിശുദ്ധ അമ്മയ്ക്കല്ലേ മോശം കേട്. ഞാൻ വാശിയായി അമ്മോട്, എനിക്കിനി ഗുളിക കഴിക്കണ്ട, ഞാൻ ഗുളിക കഴിക്കുകയില്ല, എനിക്ക് ഇങ്ങനെ ഒരു അസുഖമേ ഇല്ല. അങ്ങനെ ഞങ്ങൾ രാജഗിരിയിൽ വീണ്ടും പോയി. അവിടെ അവർ EG നോർമലാണെന്ന് പറഞ്ഞു. വീണ്ടും ഓക്കെ, ഞാനത് കഴിഞ്ഞിട്ട് ഗുളികളൊന്നും തന്നെ എടുത്തില്ല. അവർ പാനിക് അറ്റാക്കിന് വേണ്ടി മരുന്നൊക്കെ തന്നു, അതൊന്നും ഞാൻ കഴിച്ചില്ല. പിന്നെ മാസങ്ങളായിട്ട് ഞാൻ 1 മാസത്തോളമെങ്കിലും മാതാവിൻ്റെ അടുത്ത് യുദ്ധത്തിലായിരുന്നു. അതിനുശേഷം മാതാവായിട്ട് എപ്പോഴും ഞാനിങ്ങനെ പറയും എനിക്കിനി മരുന്ന് കഴിക്കാൻ പറ്റില്ല. അങ്ങനെ ഞാൻ ഈ 1 മാസം മുമ്പ് ലാസ്റ്റ് EG പോയി, പരീക്ഷണാർത്ഥം തന്നെ പോയി എടുത്തു. അതിലും നോർമലാണ്, ഒരു മരുന്നും കഴിക്കേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്കൊരു രോഗസൗഖ്യം കിട്ടി. അതുപോലെ നമുക്ക് ഏറ്റവും കൂടുതൽ ഈ ഉടമ്പടിയിൽ വന്നേ പിന്നെ കിട്ടുന്നത് സന്തോഷം, സമാധാനം, ധൈര്യമാണ്. എന്നോട് എല്ലാവരും ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഞാൻ ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ഓടി എൻ്റെ ഓഫീസിലേക്ക് പിറ്റേ ദിവസം ചെന്നത്. അപ്പോൾ എനിക്ക് നടക്കാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അവിടെയുള്ള എല്ലാവരും ചോദിക്കും നിനക്ക് ഇതെങ്ങനെ സാധിക്കുന്നു? പക്ഷെ നമുക്കൊരു ധൈര്യം കിട്ടും. പരിശുദ്ധ അമ്മയുടെ ഈശോയുടെ ആ സംരക്ഷണത്തിൽ നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു ധൈര്യമാണത്. പിന്നെ എനിക്ക് വീട്ടിൽ നമ്മൾ ഉപ്പും തേനും തൈലവും ഡെയിലി യൂസ് ചെയ്യുന്നവരാണ്. ഉപ്പ് ഞാൻ ഉപ്പിൻ്റെ കൂടെ ഇട്ട് എൻ്റെ മോന് ചോറ് കൊടുത്തു വിടുമ്പോൾ ആ ചോറിൽ ഉപ്പിട്ടിട്ടാണ് കൊടുത്തു വിടണമായിരുന്നത്. അപ്പോൾ അത് ഉപയോഗിക്കുന്നതിലൂടെ കിട്ടുന്ന ചെറുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അത് വലുതായിരിക്കും, കേൾക്കുന്നവർക്ക് ചെറുതുമായിരിക്കും. അത് ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. എങ്കിലും ഒരു അത്ഭുതം ഞാൻ പറയാം. ഞങ്ങളുടെ വീട്ടിൽ തൈലം തീർന്നു. ആദ്യത്തെ ഉടമ്പടി എടുത്ത സമയത്ത് പകുതി ഞാൻ സൗദിക്ക് കൊടുത്തു വിട്ടതുകൊണ്ട് തൈലം തീർന്ന് കുപ്പി കാലിയായി ഞാനത് അവിടെ മാറ്റി വെച്ചേക്കായിരുന്നു. ഒന്നുമില്ല അതിനകത്ത്. കുറേ ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ കുപ്പി ഇങ്ങനെ മാതാവിൻ്റെ താഴെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരു തിളക്കം പോലെ കണ്ടപ്പോൾ ഞാൻ എടുത്ത് നോക്കി. അപ്പം അതിൽ പകുതി എത്ര ഞാൻ ഹസ്ബൻഡിന് കൊടുത്തു വിട്ടോ അത്രയും തന്നെ തൈലം എനിക്ക് അതിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ ഞാൻ കൂട്ടുകാരെയൊക്കെ വിളിച്ച് ഇങ്ങനെ കാണിച്ചു കൊടുത്തു. അപ്പം ഞാൻ ഹസ്ബൻഡിന് ഇങ്ങനെ വോയിസ് മെസ്സേജ് ഇട്ട് വീഡിയോ കാണിച്ചു കൊടുത്തപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു എൻ്റെയും വാർഡ്രോബിൽ ഇങ്ങനെ കിടക്കുകയാണ്, ആ കുപ്പി ഇരിക്കുകയാണ്, ഞാനും നോക്കട്ടെ എന്ന് പറഞ്ഞു. അതേപോലെ ഇവിടെ എത്രത്തോളം തൈലം ഞാൻ അങ്ങോട്ട് കൊടുത്തു വിട്ടിരുന്നോ അതേ തൈലം തന്നെ അത്രയും തന്നെ അവിടെ ഉണ്ടായിരുന്നു. അപ്പം അത് ഞങ്ങൾക്കൊരു മാതാവ് ഞങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പം ഞാൻ എപ്പോഴും പറയും മാതാവ് ഓരോരുത്തർക്ക് സുഗന്ധാഭിഷേകം കിട്ടുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ സംസാരിക്കുമായിരുന്നു. അപ്പം അത് ഭയങ്കര ഒരു അനുഗ്രഹം. നമ്മുടെ കൂടെ എപ്പോഴും പരിശുദ്ധ അമ്മ ഉണ്ടെന്നൊരു ഉറപ്പായിരുന്നു അതെല്ലാം.
പിന്നെ എനിക്ക് ജോസഫ് അച്ഛനെ ഞാൻ സ്വപ്നം കാണാറുണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഞാൻ ഇവിടെ വന്നപ്പോൾ ഈ മുമ്പിൽ ഇങ്ങനെ നിന്നപ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റി. അപ്പോൾ എനിക്ക് കണ്ടൊരു വിഷ്വലായിട്ട് ഞാൻ കണ്ടത് ജോസഫ് അച്ഛൻ്റെ ശരീരം ആകെ അഴുകി, അച്ഛനാകെ എന്താ പറയുക, വയ്യാത്തൊരവസ്ഥയിലാണ് കിടക്കുന്നത്. എങ്കിലും ആ മുറിവുകളിൽ നിന്ന് പോലും അത്ഭുതകരമായ സൗഖ്യങ്ങൾ ലഭിക്കുന്നതായിട്ട് ഇവിടെ സാക്ഷ്യം പറയുന്നതായിട്ട് ഇങ്ങനെ വിഷ്വലി ഞാനിങ്ങനെ കണ്ണ് തുറന്നിരിക്കുക. അപ്പോൾ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ സിസ്റ്ററോട് ചോദിച്ചു, ഞാനിത് പറഞ്ഞാൽ എനിക്കറിയില്ല, കാരണം നമ്മളൊക്കെ ഒരുപാട് കുറവുകളുള്ളവരല്ലേ, ഇത് ശരിയാണോ തെറ്റാണോ എന്നറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരുപാട് സംരക്ഷണം, സ്നേഹം, മറ്റുള്ളവരോട് ചിരിക്കാനും, ഞാൻ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുന്ന വ്യക്തിയാണ്, എപ്പോഴും ചിരിക്കുന്ന ആളാണ്. അടുത്തത് മോന് 8ാം ക്ലാസ് മുതൽ അവൻ്റെ പഠനം കുറേ അങ്ങനെ താഴേക്ക് പോയി. അവൻ ചെറുപ്പത്തിൽ നന്നായി പഠിച്ചിരുന്ന കുട്ടിയാണ്. പിന്നെ കൊറോണയുടെ കാലഘട്ടം ആയതുകൊണ്ടാവാം കുട്ടിക്ക് പഠനമൊക്കെ ഭയങ്കര മോശമായി തുടങ്ങി. അങ്ങനെ 10ലെത്തിയപ്പോൾ ഒരു കുസൃതിയോ കാര്യങ്ങളോ പ്രശ്നങ്ങളോ ഇല്ല, മൊബൈലൊന്നും ഉപയോഗിക്കാത്ത കുട്ടിയാണ്. പക്ഷെ പഠനം മാത്രം മേപ്പോട്ട് കയറുന്നില്ല. അങ്ങനെ ഞങ്ങളിവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം ആണ് പരീക്ഷയുടെ കാര്യങ്ങൾ, ഓണപ്പരീക്ഷ വന്നു. ആകെ 60% മാർക്കാണ് ഉണ്ടായിരുന്നത്. അവനെ സംബന്ധിച്ച് അത് ഭയങ്കര കുറവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ ഒട്ടും പേടിക്കണ്ട, കാരണം ഞാൻ അവനെ പരിശുദ്ധ അമ്മയുടെ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. പിന്നെ നമ്മളെന്തിനാ പേടിക്കണം? ഒട്ടും പേടിയോ ഭയമോ ഇല്ലാത്ത ഒരു വ്യക്തിയായിട്ട് മാറിയിരുന്നുണ്ടായിരുന്നു ഞാൻ. ഇപ്പോഴുള്ള ഈ ഒരു വിറയിൽ പോലും എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ആരും കണ്ടിട്ടുണ്ടാവില്ല. ഈ അൾത്താരയിൽ നിൽക്കുന്നതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞ് ക്രിസ്മസ് പരീക്ഷ വന്നു, കുറച്ച് മാർക്ക് കയറി. അങ്ങനെ അവസാന പരീക്ഷയുടെ സമയം പോലും A+ കിട്ടുന്ന കുട്ടികളുടെ കൂട്ടത്തിൽ ഇവനെ കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല ടീച്ചേഴ്സ്. കാരണം ഒരു 3-4 A+ അല്ലെങ്കിൽ അങ്ങനെ. പക്ഷെ 100% മാർക്ക് കൊടുത്ത് പരിശുദ്ധ അമ്മ ഇവനെ സഹായിച്ചു. അപ്പം ഞാൻ ഇവനെ പരീക്ഷയ്ക്ക് കൊണ്ടുപോയി ഇരുത്തുന്ന സമയത്ത് പള്ളിയിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അമ്മ ഇവൻ്റെ സൈഡിൽ വന്നിരുന്ന് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിങ്ങനെ നമ്മൾ അമ്മമാരിരിക്കുന്ന പോലെ ഇരിക്കണ ഒരു സീൻ ഞാൻ കണ്ടിരുന്നു. അപ്പം ഞാൻ മോനോട് പറഞ്ഞു, ഒരിക്കലും വിഷമിക്കണ്ട, നീ ഇനി പരീക്ഷയ്ക്ക് ജയിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പരിശുദ്ധ അമ്മ നിൻ്റെ കൂടെ ഉണ്ട്. അങ്ങനെ പിന്നെ +2 പരീക്ഷയിലും അവന് 70% മാർക്കോട് കൂടി ജയിക്കാൻ സാധിച്ചു. ഇവൻ ഉടമ്പടി എടുത്തു. ഞങ്ങൾ എല്ലാവരും ഉടമ്പടിയിൽ ജീവിക്കുന്നവരാണ്. ഞങ്ങളുടെ പ്രേക്ഷിത വേല എന്ന് പറയുന്നത് എല്ലാ തരത്തിലും, ഞാൻ സിവിൽ എഞ്ചിനീയറാണ്, ഒരു ഓഫീസുണ്ട് ചെറുത്. അവിടെ നിന്ന് കിട്ടുന്ന വരുമാനത്തിൻ്റെ പകുതി മുക്കാലും ഞാനിങ്ങനെ എൻ്റെ കണ്ണിൽ കാണുന്ന, എനിക്ക് തോന്നുന്ന എല്ലാവർക്കും ഞാൻ സഹായിക്കും. അപ്പോൾ എല്ലാവരും എന്നോട് എന്നെ കളിയാക്കും, ഓഫീസിൻ്റെ അവിടെയൊക്കെ വരുന്നവർക്കൊക്കെ ഇങ്ങനെ ചെയ്യണ്ട എന്നുള്ളത്. പക്ഷേ എനിക്ക് എൻ്റെ മാതാവ് തരുന്നത്, കാരണം ഞാൻ മാതാവിനോട് പറഞ്ഞേക്കുന്നത് ഒരു വർക്ക് കഴിയുമ്പോൾ അടുത്ത വർക്ക് എനിക്ക് തരണം എന്നാണ്. അതുകൊണ്ട് എനിക്ക് ആ കിട്ടുന്നതിൽ നിന്ന് ഒരു 50% കൂടുതൽ ഞാനിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. എൻ്റെ ഹസ്ബൻഡിന് ജോലി ഉണ്ടല്ലോ, ഞാനെന്തിനാ പേടിക്കണേ, ഹസ്ബൻഡിന് നല്ല സാലറി കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഒരു കുറവും ഞാൻ വരുത്താതെ മാതാവിൻ്റെ കാര്യങ്ങൾക്ക് ഇടപെടുത്തും. പത്രം കൊടുക്കും, നന്നായിട്ട് രോഗികളെ സന്ദർശിക്കും, അമ്മമാരുടെ ഇവിടെ പോയി സന്ദർശിക്കാറുണ്ട്. മന്ദബുദ്ധികളായ കുട്ടികൾ നിൽക്കുന്ന സ്ഥലങ്ങളിൽ പോയി അവർക്ക് ഭക്ഷണം കൊടുക്കാറുണ്ട്. അങ്ങനെ ഞങ്ങൾ കുടുംബമായിട്ടാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിച്ച്, ഞാൻ എന്ത് തീരുമാനിച്ചാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എൻ്റെ ഹസ്ബൻഡ് ഒരിക്കലും നോ പറയില്ല, അതിന് കൂടെ നിൽക്കാറുണ്ട്. ഇതൊക്കെയാണ് ഞങ്ങളുടെ പ്രേക്ഷിത വേല. ഞങ്ങൾക്ക് ഉടമ്പടിയിടുന്ന് കിട്ടിയ ഒരു സാക്ഷ്യം എന്ന് പറയുന്നത് സന്തോഷം, സമാധാനം, ധൈര്യം, ഇതൊക്കെയാണ്. ഈശോയ്ക്കും മാതാവിനും നന്ദി.